അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, ഇതൊരു ചെറിയ നാടകമാണ്. ഇതിലെ വില്ലാളി വീരനെ, കൊടും വില്ലനെ നിങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് കണ്ടെത്തിയിരിക്കും. രംഗം 1. 2022 ജൂൺ 25-ന് മുണ്ടക്കുളം ജലാലിയയിൽ വെച്ച് CIC-യുടെ നേതാക്കളും ഏതാനും പൗരപ്രമുഖരും ചേർന്ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുന്നു. മണിക്കൂറുകൾ സംസാരിക്കുന്നു. നിലവിലെ CIC സമസ്ത പ്രശ്നത്തിന് പരിഹാരമാണ് ചർച്ച ചെയ്യുന്നത്. വഫിയ വിദ്യാർത്ഥിനികളുടെ വിവാഹപ്രായം ഉൾപ്പെടെയുള്ള എല്ലാം ആ യോഗത്തിൽ ധാരണയിലെത്തുകയും തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന CIC സിൻഡിക്കേറ്റിൽ അത് ഔദ്യോഗികമായി നടപ്പിൽ വരുത്താനിരിക്കുകയും ചെയ്യുമ്പോഴാണ് ജൂൺ 29-ന്, അതായത് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ്, സ്റ്റേജിൽ വില്ലൻ ആദ്യ അരങ്ങേറ്റം നടത്തിയത്. CIC സ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി അവർക്കെതിരെ നട്ടാൽ കുരുക്കാത്ത കളവുകളും അപവാദങ്ങളും കുത്തി നിറച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടായിരുന്നു ആ ആദ്യ അരങ്ങേറ്റം. പിന്നീട് അതേ കള്ളക്കത്ത് അയാൾ സമസ്തയുടെ ലെറ്റർ ഹെഡിലും ജനറൽ സെക്രട്ടറിയുടെ പേരിലും സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിച്ചു. ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ഈ പ്രശ്നം തീരരുത്. രംഗം 2. സമസ്ത CIC പ്രശ്നം കൊടുമ്പിരി കൊള്ളുകയും വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാവുകയും ചെയ്തപ്പോൾ സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒന്നിച്ചു ചേർന്ന് പാണക്കാട് വന്ന് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പാണക്കാട് തങ്ങൾക്ക് കഴിയൂ എന്നും അതിനാൽ തങ്ങളെ ആ വിഷയം ഏൽപ്പിക്കുന്നുവെന്നും ഔദ്യോഗികമായി ചാനലുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചു. 2023 മെയ് 3-ന് തങ്ങൾ ഉസ്താദ് ഹക്കീം ഫൈസി ആദർശേരിയുടെ രാജി സ്വീകരിച്ച് CIC ജനറൽ സെക്രട്ടറിയായി ഹബീബുള്ള ഫൈസിയെ ചുമതലപ്പെടുത്തി. പ്രശ്നം തീരേണ്ടതായിരുന്നു, പക്ഷെ അതുണ്ടായില്ല. കാരണം വില്ലൻ അതിഭയാനകമായ വേഷത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ കരിമൂർഖൻ പ്രയോഗവുമായാണ് അയാൾ വന്നത്. കേരള ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു പൊതു ചാനലിൽ ഞെളിഞ്ഞിരുന്ന് അയാൾ ഉമ്മത്തിനെ ഒന്നടങ്കം അപമാനിച്ചു. ആ രൗദ്രഭാവം തുടർന്നു. തന്റെ നീരാളിപ്പിടിയിലുള്ള പത്രത്തിലും അതിന്റെ യൂട്യൂബ് ചാനലിലും അയാൾ ഇങ്ങനെ വാർത്ത വരുത്തി: ജിഫ്രി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും പാണക്കാട്ടെ വലിയ തങ്ങളുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CIC-യിലെ പദവികളിൽ നിന്ന് രാജിവെച്ചു. കേരള ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സമസ്തയുടെ നേതൃത്വം പാണക്കാട്ടെ തീരുമാനത്തോട് വിയോജിപ്പ് പറഞ്ഞത് നാം കേട്ടിട്ടുണ്ടോ? രംഗം 3. അങ്ങേയറ്റം അസ്വസ്ഥമായ സാഹചര്യത്തിലും ഹബീബുള്ള ഫൈസി ജനറൽ സെക്രട്ടറിയായി പാണക്കാട്ടെ തീരുമാനം ഒന്നു മാത്രം മാനിച്ച് CIC മുന്നോട്ട് പോകുന്നു. 21/3/2023-ന് പുതിയ വർഷത്തേക്കുള്ള വഫിയ അഡ്മിഷൻ ഉമ്മത്തിന്റെ നായകൻ പാണക്കാട്ടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാണക്കാട്ടെ എല്ലാ തങ്ങന്മാരും അഡ്മിഷൻ ആഹ്വാനം ചെയ്ത് വീഡിയോകൾ നൽകുന്നു. വില്ലന് സഹിച്ചില്ല. ദിവസങ്ങൾക്കുള്ളിൽ 27/3/2023-ന് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു: സമസ്തയെ അനുസരിക്കാത്ത വിദ്യാഭ്യാസം നമുക്ക് വേണോ? രംഗം 4. 2024 ഡിസംബർ 9-ന് തിങ്കളാഴ്ച നിലവിലെ പ്രശ്നപരിഹാരത്തിന് സമവായവർ ചർച്ച പ്രഖ്യാപിക്കപ്പെടുന്നു. ആദിമൂത്ത വില്ലൻ കൂടുതൽ ആലോചിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ഒന്നുമില്ലാതെ ഇന്നലെ യൂട്യൂബിൽ സഹായിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. ഇനിയും രഹസ്യങ്ങൾ പറയാതെ വയ്യത്രേ. ഇനിയും വില്ലനെ പിടികിട്ടിയിട്ടില്ലാത്തവർക്ക് ചെറിയ ഒരു ക്ലൂ കൂടി പറയാം. ഈ വില്ലൻ മുഷാവറയിലില്ല, CIC-യിലുമില്ല, ലീഗിൽ അത്രയുമില്ല. സുപ്രഭാതത്തിൽ മൂപ്പർ മാത്രമേ ഉള്ളൂ.